സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് ലൈഫിൽ സന്തോഷം ആഗ്രഹിക്കാത്തത് അല്ലെ? നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് ആഗ്രഹം. പക്ഷെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മളെ ആ ഒരു സന്തോഷകരമായ ജീവിതത്തിൽ നിന്ന് പിൻവലിക്കാറുണ്ട്. പലരും കൗൺസിലിംഗ് സെഷൻസിനൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, എന്ത് ചെയ്തിട്ട് ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നില്ല. എന്നാൽ സന്തോഷം ഉണ്ടാക്കാൻ നമുക്ക് തന്നെ സാധിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് സന്തോഷം. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്ക് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സന്തോഷകരമായി ജീവിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ സോഷ്യൽ സ്പോട്ട്ലൈറ്റ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനായിട്ടുള്ള ടിപ്സിൽ ദി വെരി ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമുക്ക് ഏതൊരു സാഹചര്യത്തോടും നന്ദിപൂർവ്വം ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നമുക്ക് സന്തോഷിക്കാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ കാര്യത്തിലൊന്ന് സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. എൻ്റെ ഈ ഡേ എങ്ങനെയായിരുന്നു, എത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു, ഞാൻ ആരെയൊക്കെ പരിചയപ്പെട്ടു, ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, അതൊക്കെ ഒന്ന് വീണ്ടും വിചിന്തനം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള പല വഴികളും അതിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. നമ്മളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ ചില കുറവുകൾ ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. ഈ കുറവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഫോക്കസ് ചെയ്യാതിരിക്കുക. എനിക്ക് അതില്ല, ഇതില്ല എന്നൊക്കെ ചിന്തിക്കാതെ എനിക്ക് എന്ത് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യമാണ് പലപ്പോഴും നമ്മളുടെ ചിന്തകളെ ഉത്തേജിപ്പിക്കുന്നത്. നമ്മൾ വളരെ ടയേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അന്ന് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കില്ല. നിങ്ങൾ എത്ര കണ്ട് ശ്രമിച്ചാലും അന്നത്തെ ദിവസത്തെ ആ ഒരു ടയേർഡ്നെസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും തരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും റിഫ്രഷ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റും വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. പലപ്പോഴും ഞാൻ തന്നെ കാണാറുണ്ട്, പലരും അതായത് വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ ചില ആൾക്കാരുടെ ലൈഫിൽ ചില കുട്ടികളെയൊക്കെ കാണുന്ന ടൈമിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ചോദിക്കാറുള്ളപ്പോൾ അവർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അത് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നത് മാത്രമല്ല, ചിലപ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ശരീരം അനങ്ങി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സന്തോഷം അവരുടെ ചുറ്റിനും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നന്നായി ഉറങ്ങുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ബോഡി ആക്റ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റും സന്തോഷം തനിയെ വന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് മീനിങ്ഫുൾ സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരുടെയും ലൈഫിലുണ്ട് അല്ലെ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഇടയിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ പരിഹരിച്ച് മീനിങ്ഫുൾ ആയ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പലരും പരാതി പറയാറുണ്ട്, എന്റെ ഭാര്യ എനിക്ക് വേണ്ടി കൃത്യമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, എന്റെ ഭർത്താവ് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല മീനിങ്ഫുൾ ആയ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ഒരുപാട് പോസിറ്റിവിറ്റിയും ചിലപ്പോൾ നല്ല പുതിയ തോട്ട്സും ഒക്കെ വന്നു വരാം. അപ്പം ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തിന്റെ പേരിലാണെങ്കിൽ, ചിലപ്പോൾ ചില പാരന്റ്സ് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് പറയുന്ന ചില ന്യായങ്ങളിൽ ഒന്ന്, പകൽ മുഴുവൻ ഞങ്ങൾ പണിയെടുത്തേച്ച് വരുന്നു, രാത്രി വീട്ടിലെ പണികളെല്ലാം ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള സാഹചര്യം അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സമയം കൊടുക്കേണ്ട സമയത്ത് സമയം തന്നെ കൊടുക്കണം. അതിന് പകരം ഭക്ഷണം കൊണ്ടുവച്ചിട്ട് കാര്യമില്ല, അതിന് പകരം പണം കൊടുത്തിട്ട് കാര്യമില്ല. എവിടെയാണോ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നത് അവിടെ നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാവും. സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നതിനപ്പുറം നല്ല മീനിങ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് പെർസ്യൂ മീനിങ്ഫുൾ ഗോൾസ് എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്ലാനിങ്ങും അതിനനുസരിച്ച് നമ്മൾ ശ്രമിക്കുകയൊക്കെ ഉള്ളൂ. ഒരു അലസനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിൽ ഒരിക്കലും സന്തോഷം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ല മീനിങ്ഫുൾ ആയിട്ടുള്ള ഗോൾസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് ലീവ് ഇൻ ദി പ്രസന്റ് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കുക, ഇന്നിൽ ജീവിക്കുക. കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാനോ അല്ലെങ്കിൽ വരുന്ന കാലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് കരയാനുമാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകത്തില്ല. ഇന്നത്തെ ദിവസത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എംബ്രേസ് പോസിറ്റിവിറ്റി ആൻഡ് ഒപ്റ്റിമിസം എന്നുള്ളതാണ്. ഇന്നത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങളെ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് പലപ്പോഴും നെഗറ്റിവിറ്റി ആയിരിക്കും. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് ഒരു ഫാക്ട് ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ അതെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാനായിട്ടുള്ള കഴിവ് നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതും അത് പ്രോപ്പറായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാത്തതും കൊണ്ടാണ് ഇങ്ങനെയുള്ള ലൈഫിൽ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ബോധപൂർവ്വം മനസ്സിലാക്കി നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില മാരകമായ അസുഖങ്ങളൊക്കെ ഉള്ള ചില മനുഷ്യരൊക്കെ അവരുടെ ലൈഫിൽ ഒരു ദിവസം കൂടി ആഘോഷം ചെയ്യുമ്പോൾ അതിനെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും വളരെ സന്തോഷിച്ചും ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും, അവർക്ക് സങ്കടപ്പെടും, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് അത് പെർസീവ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഗിവ് ബാക്ക് എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പലരും സന്തോഷം തരാനായിട്ട്, പല പോസിറ്റിവിറ്റിയും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പലരും മെനപ്പെടുന്നുണ്ട്. പലരും അധ്വാനിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. നമ്മൾ ഒരാൾ അധ്വാനിക്കുന്ന ഫലം കൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. നമ്മൾ കഴിയുന്ന ഫുഡിലാണെങ്കിൽ പോലും അതിനുവേണ്ടി പണിയെടുക്കുന്ന ഫാമേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ ഈ ലോകം ഇതുപോലെ ആയിരിക്കാൻ കാരണം ഒരുപാട് നല്ല മനസ്സുകളാണ്. ഇവരെ എല്ലാവരെയും തേടി പിടിച്ച് ഇവരോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഗിവ് ബാക്ക് ചെയ്യാനോ നമുക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ കൺമുൻപിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി പെരുമാറാൻ പറ്റുന്ന പലരും നമുക്ക് ചുറ്റും ഉണ്ടാവാം. അത് ചിലപ്പം നമ്മുടെ അടുത്തുള്ള വല്ല ഫാമേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർ മീഡിയ ആയിട്ട് വരുന്ന ചില വ്യക്തികളായിരിക്കാം. അവരിലൂടെ ഈ സമൂഹത്തിന് നമുക്ക് കൊടുക്കാനായിട്ട്, തിരിച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക. അവരുടെ ലൈഫിലേക്ക് ഒരു ദിവസം സന്തോഷം കൊണ്ടു ചെല്ലാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ പ്രസൻസ് കൊണ്ടായിരിക്കും കൂടുതൽ. പലരും ആലോചിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ ഓർഫനേജസിൽ ഡൊണേഷൻ കൊടുക്കുന്നുണ്ടാവും, ഞാൻ ഓൾഡ് ഏജ് ഹോമുകളിൽ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ പണം കൊടുക്കുന്നു എന്നതിനപ്പുറം ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നിട്ട് അവിടെ പോയി അവരെ കണ്ട് അവരുടെ കൂടി ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് നോക്കിയാൽ അതും നമ്മൾ പണം കൊടുക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ. അപ്പൊ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വഴി നിങ്ങളുടെ മൈൻഡ് തന്നെ റിഫ്രഷ് ആവും. അതിനു വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ് എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും ലൈഫിൽ പെർഫെക്ഷൻ ആണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് പല പല സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ ഞാൻ ചെയ്യുമ്പോൾ ദി ബെസ്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും ഇംപെർഫെക്ഷൻസ് ഉണ്ട്. ഒരു ലൈഫ് ആക്കുന്നത് ഇതുപോലെയുള്ള ഇംപെർഫെക്ഷൻസ് ആണ്. ഞാനൊരു സ്ഥലത്ത് ഇംപെർഫെക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ചില കുറവുകൾ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ എൻ്റെ ലൈഫിലുള്ള ബാക്കി പലരും ആ ഒരു ഇംപെർഫെക്ഷൻസ് ബാലൻസ് ചെയ്യാനുള്ളവരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഫാമിലിയിൽ തന്നെ നിങ്ങൾ പലരെയും എടുത്തു നോക്കിയാൽ അവർ പല കാര്യങ്ങളിലായിരിക്കും എക്സൽ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ജീവിക്കുകയോ ചെയ്യുന്നവരല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഇൻപെർഫെക്ഷൻസ് ആണ് ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും യൂണിഫൈഡ് ആക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള ഇൻപെർഫെക്ഷൻസ് ആണ്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു മിത്താണ്. അത് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
നമ്മളിപ്പോഴും അതേക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന തരത്തിലുള്ള പല ഡൗട്ട്സും വരും. അതിലൊരു പ്രധാനപ്പെട്ട ഡൗട്ട് വരാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു വ്യക്തി അല്ലാത്തത് കൊണ്ടാണോ. പലപ്പോഴും ചില പാരന്റ്സ് ചോദിക്കാറുണ്ട്, ഞാനൊരു നല്ല പേരന്റ് അല്ലേ, ഞാനൊരു നല്ല മകളല്ലേ, ഞാനൊരു നല്ല അമ്മയല്ലേ എന്നൊക്കെയുള്ള ചില തോട്ട്സ് ഒക്കെ ചിലരുടെ ലൈഫിലേക്ക് വരും. ഇതൊക്കെ വരുന്നത് പെർഫെക്ഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിലെ കുറവുകളെ മാറ്റാനായിട്ടുള്ള കഴിവും നമുക്കുണ്ട്. പല കുറവുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് കഴിവുള്ളവരായിരിക്കും നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ളവർ. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കോംപ്ലക്സുകൾ വളർത്താനായിട്ടാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും സന്തോഷവും സമാധാനവും കിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഡിസ്റ്റർബ് ആവാതെ എപ്പോഴും നമ്മുടെ കഴിവുകളെ കുറിച്ച് ഓർത്ത് നന്ദിയുള്ളവരായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കോംപ്ലക്സുകൾ പരമാവധി അവോയ്ഡ് ചെയ്യാനും ഈ പറയുന്ന ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതുപോലെയൊക്കെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുടെ ലൈഫിൽ പരീക്ഷിച്ച് നോക്കുക. ആൻഡ് മറക്കാതിരിക്കുക, സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും ടിപ്സിനും ഒക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും ടോപ്പിക്സിന്റെ സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെയുള്ള ഒരു ബ്ലെൻഡ് ഓഫ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വെച്ച് നിങ്ങളെ തന്നെ ഹാപ്പി ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.